ത്രിയേക ദൈവത്തിന് സ്തുതി. നമസ്കാരം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ഓർത്തഡോക്സ് വിശ്വാസ സംരക്ഷകൻ അവതരിപ്പിക്കുന്ന സത്യവിശ്വാസ പാതയിൽ എന്ന ചർച്ചാ പരമ്പരയുടെ ഇന്നത്തെ വിഷയം പരിശുദ്ധ സഭയും തിരുവെഴുത്തുകളും എന്നതാണ്. തിരുവെഴുത്തുകളിലെ വാക്യങ്ങൾ യഥേഷ്ടം വ്യാഖ്യാനിച്ചും വളച്ചൊടിച്ചും വക്രീകരിച്ചും തിരുവെഴുത്തുകളുടെ മൊത്തവും ചില്ലറും വ്യാപാരികൾ നമ്മളിൽ പലരെയും പലപ്പോഴും ആശയക്കുഴപ്പത്തിൽ ചാടിച്ചിട്ടുണ്ടാകാം. ചരിത്ര പശ്ചാത്തലമോ കാലഘട്ടമോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെ വാക്യങ്ങളും അതിന്റെ തുടർവാക്യങ്ങളും എടുത്തുകൊണ്ട് പലപ്പോഴും പല സാഹചര്യത്തിലും വേദ സഭക്കാർ പലതരം അപകടങ്ങളിൽ പലതരം വിഷയങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടാകാം. ഇത് ഇവരുടെ നവസുവിശേഷത്തിന്റെ സവിശേഷതയോ നമ്മളായിരിക്കുന്ന സഭാവിശ്വാസത്തിന്റെ ന്യൂനതയോ അല്ല, മറിച്ച് നമ്മൾ ആയിരിക്കുന്ന പൗരാണിക വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങളും സത്യങ്ങളും പുറമേക്കെങ്കിലും സാംശീകരിക്കാൻ കഴിയാത്ത നമ്മുടെ ദൗർബല്യമാണ് ഇവർ മുതലെടുക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മലങ്കര സഭ ഉൾപ്പെടുന്ന അപ്പോസ്തോലിക സഭകൾ താഴെത്തട്ട് മുതലുള്ള ആശയ പ്രതിരോധവും വിശ്വാസ പ്രചരണവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യം മനസ്സിലാക്കി OVS ഇത്തരം ഒരു ചർച്ചാ വിഷയത്തിന് മുൻകൈ എടുക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോട് സംവദിക്കുന്നത് അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലീത്തയും കുന്നംകുളം സഹായ മെത്രാപ്പൊലീത്തയുമായ അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയും ബാംഗ്ലൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ എബ്രഹാം മാർ സെറാഫീം തിരുമേനിയാണ്. അഭിവന്ദ്യരായ തിരുമേനിമാരെ OVS ഓൺലൈനു വേണ്ടിയും പ്രേക്ഷകർക്ക് വേണ്ടിയും ഹാർദവുമായി ഹൃദയപൂർവ്വം ആദരവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിഷയാവതരണത്തിനും ആമുഖവാക്യങ്ങൾക്കും തുടർ ചർച്ചകൾക്കുമായി അഭിവന്ദ്യ മെത്രാപ്പൊലീത്തമാരെ ക്ഷണിക്കുന്നു. ആരംഭിക്കാമല്ലോ? തീർച്ചയായിട്ടും. പ്രാർത്ഥിച്ച് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ നിനക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തന്റെ മഹത്വം കൊണ്ട് സ്വർഗവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉത്സാഹന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് രാജാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായെ വാഴ്ത്തപ്പെട്ടു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്ദ്യനായ നമ്മുടെ സഹോദര മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സെറാഫീം തിരുമേനി ഈ സത്യവിശ്വാസ പാതയിൽ എന്ന ഈ ടൈറ്റിലിൽ ഹോളി ചർച്ച് ആൻഡ് സ്ക്രിപ്ചേഴ്സ് എന്നുള്ള വിഷയം അവിടെ അവതരിപ്പിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ഓർത്തഡോക്സ് വിശ്വാസ സംരക്ഷകൻ എന്ന യൂട്യൂബ്
ചാനൽ ഓർ ഡിസ്കഷൻ ഗ്രൂപ്പ്, അതിൻ്റെ എല്ലാ സംഘാടകരുമേ ദീർഘമായ ഒരു ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഞങ്ങൾ വിലയുണ്ടായ ഞാനും തിരുമേനിയും കൂടെ ഇതൊന്ന് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് ചിന്തിച്ചപ്പോൾ തിരുമേനി ആവശ്യപ്പെട്ടു, സ്നേഹപൂർവ്വം നിർബന്ധിച്ചു, ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകുകയും തുടർന്ന് തിരുമേനിയും ഒരു വാക്ക് പറയുകയും അതിനുശേഷം ഒരു ചർച്ചകളും, പ്രത്യേകിച്ച് കുറെ നല്ല ചോദ്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അതൊരു 10, 16, 17 ചോദ്യങ്ങളുണ്ട്. എല്ലാം ആ ചോദ്യങ്ങളെ കുറിച്ച് ആദ്യം ഒരു വാക്ക് കമന്റ് ഞാൻ പറയാണ്. എല്ലാം നല്ല ഹൈ സ്റ്റാൻഡേർഡ്, നല്ല ക്വാളിറ്റി ഉള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നവരെ നന്നായി വായിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ഉള്ള മതിപ്പുളവാക്കുന്ന ചോദ്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സെമിനാരി അധ്യാപകൻ ആ വിധത്തിൽ ഉള്ള ഒരു തലത്തിൽ നിന്ന് സാധാരണക്കാരിലേക്ക് വരുമ്പോൾ, വിശ്വാസികളിലേക്ക് വരുമ്പോൾ അവർ ആഴമായ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ കെൽപ്പുള്ളവരാണെന്ന് കാണുന്നത് തന്നെ വലിയ സന്തോഷം നൽകുന്ന അനുഭവമാണ്. അതുകൊണ്ട് ഇനിയുള്ള ഏതാണ്ട് മാക്സിമം 2 മണിക്കൂർ, കാരണം എന്താ കഴിഞ്ഞിട്ട് നമുക്കെല്ലാം മറ്റ് ജോലികളും കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത്രയും സമയത്ത് ഈ കാര്യങ്ങൾ വിശുദ്ധ സഭയും സഭയുടെ സ്ക്രിപ്ചറും ഒരു ചോദ്യത്തില് തന്നെ ആദ്യം ചോദിച്ചിരുന്നൊരു വാക്കാണ് ഹോളി ചർച്ച് ആൻഡ് ഹോളി സ്ക്രിപ്ചേഴ്സ് ആണോ എന്ന് ചോദിച്ചു. അത് ഈ 2 കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി ടൈറ്റിൽ അങ്ങനെ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് ഈസ് ദ ഹോളി ചർച്ച് ആൻഡ് ഹെർ സ്ക്രിപ്ചേഴ്സ്, സ്ക്രിപ്ചറൽ ട്രഡീഷൻ. ചർച്ചിന്റെ തന്നെ ഹോളി ട്രഡീഷൻ ഓഫ് ദ ചർച്ച് ആണ് ഹോളി സ്ക്രിപ്ചർ. സ്ക്രിപ്ചർ സഭയിലല്ലാതെ ഹോളി സ്ക്രിപ്ചറിന്റെ ഒതന്റിസിറ്റി ഉണ്ടാകുന്നില്ല. അതൊക്കെ നമുക്ക് ചർച്ചയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. എന്നാൽ ഹെഡിങ് ഇങ്ങനെ പരിശുദ്ധ സഭയും പരിശുദ്ധ വേദപുസ്തകവും, ദ ഹോളി ചർച്ച് ആൻഡ് ദ ഹോളി സ്ക്രിപ്ചർ എന്ന് കൊടുക്കുവാനുള്ള കാരണം to understand both of this. Actually it is the 2 part of the same coin, and or it's one integrated unified thing. നമുക്കറിയാം ഓറിയന്റൽ ഓർത്തഡോക്സിയുടെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ അധികം ഡിവൈഡ് ചെയ്യാറില്ല. വൺ ഇന്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് ചർച്ച്, അത് ആദ്യം ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ചർച്ചയിലെ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ആദ്യം നമുക്കൊന്ന് ചില കാര്യങ്ങൾ ഒന്ന് വലിയ ഡീപ്പായിട്ടൊന്നും പോകുകയല്ല, ആദ്യം ചില കാര്യങ്ങളൊന്ന് പറയേണ്ടിയിരിക്കുന്നത്. എനിക്ക് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇതിലെ പാർട്ടിസിപ്പൻസ് ഇപ്പൊ അധികം പേരെ ഇപ്പൊ കാണാൻ ഒക്കുന്നില്ല, എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിന്റെ ഹോസ്റ്റ് ചെയ്യുന്നവരെ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് പോകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ദാറ്റ്സ് ഓൾസോ നോട്ട് ബാഡ് ആക്ച്വലി. അതുകൊണ്ട് ആദ്യം ഒന്ന് ചിന്തിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ദ ഹോളി സ്ക്രിപ്ചർ ഓഫ് ദ ചർച്ച്. അതിന്റെ ഒരു ഫോർമേഷൻ പാറ്റേൺ എന്താണ്. ഇപ്പം നമ്മുടെ ഒരു സഹോദര മതം, സഹോദര സഭയല്ല, ഒരു സഹോദര മതം, ആ മതത്തിന്റെ ആരംഭം തന്നെ നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു പ്രവാചകനോട് പറയുന്നു നീ വായിക്കുക. സോ ഇഫ് യു വാണ്ട് ടു റീഡ് സംതിങ്, അതിനെന്ത് വേണം? ഒരു ഡോക്യുമെന്റ് വേണം. അപ്പൊ എന്താണ് ഞാൻ വായിക്കേണ്ടത്? എന്താണ് ഞാൻ വായിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ റൂഹ ആ സ്ക്രിപ്ചർ കൊടുത്തു. അപ്പോൾ ആ വായിക്കേണ്ട ആള് തന്നെ അത് എഴുതി. എഴുത്തും വായനയും, എഴുതിയാലേ വായിക്കാനൊക്കെയുള്ളൂ, എഴുതിയതേ വായിക്കാനൊക്കെയുള്ളൂ. പിന്നെ മനസ്സ് വായിക്കുക, ദൈവഹിതം വായിച്ചറിയുക എന്നൊക്കെ പറയുന്ന യൂസേജസ് ഉണ്ടെങ്കിലും ഇൻ ദ ലിറ്റററി സെൻസ് എഴുതിയാലേ വായിക്കാനൊക്കെയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ നീ എഴുതുക, അതാണ് അടുത്ത കൽപ്പന. അപ്പോൾ തൂലിക എടുത്തു പരിശുദ്ധാത്മാവിൽ നിന്ന് എഴുതി എന്ന് പറയുന്ന ഒരു മതം നമുക്ക് വളരെ സുപരിചിതമാണ്. ഞാൻ കഴിവതും മറ്റു മതങ്ങളിലൊന്നും പേരുകൾ ഇവിടെ പരാമർശിക്കുന്നില്ല.
അതുകൊണ്ട് അതിന്റെ പേരൊന്നും പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. AD 6-ാം നൂറ്റാണ്ടിലുണ്ടായ വളരെ പ്രസിദ്ധമായ ഒരു മതം, 7-ാം നൂറ്റാണ്ട് മുതൽ ശക്തമായി സ്വാധീനമുള്ള ഒരു മതം. അത് ഇങ്ങനെ തുടങ്ങുന്നതായിട്ട് കാണാം. ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ജൂയിഷ് ക്രിസ്ത്യൻ, ജുഡയോ ക്രിസ്ത്യൻ കോണ്ടക്സ്റ്റിലാണ് പരിശുദ്ധ സഭയുടെ ആരംഭം എന്ന് നമുക്ക് അറിയാമല്ലോ. അതിനകത്ത് ഒത്തിരി ഹെലനിസ്റ്റിക് അല്ലെങ്കിൽ ഗ്രീക്ക് ആസ്പെക്ട്സ് ഉണ്ട്, ഓറിയന്റൽ ഡയമെൻഷൻസ്, പേർഷ്യൻ ആസ്പെക്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. സങ്കീർണമായ ചോദ്യത്തിൽ തന്നെ ആരോ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3000 വർഷങ്ങളുടെ ലാണ്. 3 സഹസ്രാബ്ദങ്ങളുടെ ഒരു ആകത്തുകയാണ് വേദപുസ്തകത്തിലെ ഓർത്തഡോക്സ് ബൈബിളിലെ 73 എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോമൺ ബൈബിൾ, അതിലൊക്കെ നമുക്ക് അല്പം പിന്നീട് ആഴമായിട്ട് വരാം. 66 ബുക്സിലെ ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ഏതാണ്ട് BC 1500 മുതലെങ്കിലും എഴുതപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങൾ അത് AD 100 വരെയെങ്കിലും, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ഒരു 1600 വർഷങ്ങളെങ്കിലും അതിൻ്റെ എഴുത്തിൽ തന്നെയുണ്ട്. എന്നാൽ അതിന്റെ പുറകോട്ട് പോകുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിന്റെയൊക്കെ ആരംഭവും അതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളും ഒക്കെ പോകുമ്പോൾ BC 2700 ബാബിലോണിയയിലെ ഹമുറാബി കോഡ്, അതൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ അല്പം ഒന്ന് പോകാം. അപ്പോൾ BC 2700 സുമേറിയൻ ആർക്കേഡിയൻ കൾച്ചർ, അപ്പൊ അതിന്റെ പുറകിലേക്ക് പോകുമ്പോൾ BC 5000 മുതലുള്ള ചരിത്രങ്ങൾ, അതിന്റെ പുറകിലേക്ക് പോകുമ്പോൾ മനുഷ്യകുലത്തിന്റെ ആരംഭ ചരിത്രം, അത് ആർക്ക് എന്ന് എവിടെ തുടങ്ങി എന്ന് അറിയില്ല. നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിരിക്കുന്ന ചില കാര്യങ്ങൾ പോലും, ഞാൻ many of you may know me, my profession wise Dan of the Metropolitan of the Holy Church. I'm also a professor of religion and philosophy. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് പല ആശയങ്ങള്, പല കാര്യങ്ങള് കാണുകയും പഠിക്കുകയും ചെയ്യാറുണ്ട്. അതിൽ ഒന്ന് 35,000 years back in Germany, നിയാണ്ടർ താഴ്വരയിലെ ഒരു എക്സ്കവേഷൻ നടത്തിയപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു കല്ലറ, അത് കാർബൺ ഡേറ്റിംഗ് കഴിഞ്ഞപ്പോൾ 35,000 വർഷം പഴക്കമേ ഉള്ളൂ. 35,000 years. അവിടെയും വളരെ ഒരു റിലീജിയസ് സെറിമോണിയൽ അടക്കം നടത്തിയിരിക്കുന്നതായിട്ടുള്ള തെളിവുകൾ കാണും. അപ്പോൾ എവിടെയാണ് മനുഷ്യചരിത്രം ആരംഭിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ മോഡേൺ ആസ്ട്രോണമി, മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി, കാർബൺ ഡേറ്റിങ്ങിലൊക്കെ മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പുള്ള ഫോസിൽസ് കണ്ടെടുക്കും. അതുപോലെ സൃഷ്ടി ചരിത്രം നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്നിടത്തൊന്നും നിൽക്കാത്തതുപോലെയുള്ള വലിയ ഒരു പ്രതിഭാസങ്ങളാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി നിങ്ങൾ വിചാരിക്കും ഇതാണോ ബൈബിൾ ചരിത്രം എന്ന്. പക്ഷെ ഇതാണ് ബൈബിൾ ചരിത്രം എന്നൊന്ന് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ ഭൂമി, എർത്ത്, അതിന്റെ ആക്സിസിൽ, അങ്ങനെ ഒരു ആക്സിസ് ഇല്ലെന്നറിയാം, എന്നാൽ അത് സ്വയം തിരിയുന്നത് അല്ലെ, നമ്മള് വിചാരിക്കുന്ന അതിന്റെ അച്ചുതണ്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അച്ചുതണ്ടം എന്ന് പറയുന്ന സാധനം ഇല്ല. എന്നാൽ അത് ഉത്തരായണവും ദക്ഷിണായണവും ഇത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ തിരിയുന്ന ആ പ്രതിഭാസം, അത് സ്വയം തിരിയുന്നതിന്റെ തന്നെ സ്പീഡ് 1000 miles per hour ആണ് ഭൂമി സ്വയം തിരിയുന്നത്. അത് സൂര്യനെ ചുറ്റുന്നത് 67,000 miles per hour ആണ്. 67,000 miles per hour. സൂര്യൻ മിൽക്കി വേയുടെ, നമ്മുടെ താരാപഥത്തിന്റെ ന്യൂക്ലിയസിനെ സൂര്യൻ ചുറ്റുന്നത് ഏതാണ്ട് 448,000 miles per hour.
ഇനി നമ്മുടെ മിൽക്കി വേ, താരാപഥം എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി പ്രപഞ്ചത്തിൽ അവൻ ഓടുന്നതിന്റെ സ്പീഡ് 1.3 മില്യൺ മൈൽസ് പെർ അവർ. 1.3 മില്യൺ മൈൽസ് പെർ അവർ. അപ്പോ നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മളിതൊന്നും അറിയുന്നില്ല. ഞാൻ അമേരിക്കയിൽ ഇരിക്കുന്നു, തിരുമേനി ബാംഗ്ലൂർ ഇരിക്കുന്നു, നിങ്ങളിൽ പലരും ഗൾഫ് രാജ്യങ്ങളിൽ ഇരിക്കുന്നു, ഇന്ത്യയിൽ ഇരിക്കുന്നു. നമ്മളെല്ലാം ഒരേ സമയം 1.3 മില്യൺ മൈൽസ് പെർ അവറിൽ പ്രപഞ്ചത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമ്മുടെ സിസ്റ്റം, നമ്മുടെ സൗരയൂഥം, ആ യാത്രയ്ക്കകത്ത് ഏതാണ്ട് 450,000 മൈൽസ് പെർ അവറിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നാം വീണ്ടും സൂര്യനെ ചുറ്റും അതിശക്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാം സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം ഈ ഭൗമഗോളം തിരിയുന്ന മാർഗം, അതിനകത്ത് എങ്ങാനും ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് നമ്മുടെ കവികൾ പാടിയിട്ടുണ്ട്. ഞാൻ എന്തിനാണ് ഈ ഡയമെൻഷൻ തരുന്നതെന്ന് ചോദിച്ചാൽ, when we begin the history of the Holy Scripture is the ancient science, is the ancient medicine. നമുക്ക് ലോകത്ത് മനുഷ്യനെ മനസ്സിലാക്കുവാൻ സാധിച്ച എല്ലാതും അതിൻ്റെ രത്ന ചുരുക്കം അതത് കാലത്തെ ഹൈലി പ്രോഫറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ ക്രോഡീകരിച്ചു വെച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ആൻഷ്യൻ ടെക്സ്റ്റുകളിൽ കാണുന്നത് എന്ന് പറയാനൊക്കും. അതിനെ ഒരു ആരംഭ സൂചകം നൽകുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്? ബൈബിൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ വാക്ക്, ജനസിസിലെ ആദ്യത്തെ വാക്ക് എന്താ പറയുന്നത്? ആദിയിൽ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ അതിൻ്റെ എബ്രായ ഭാഷയിലെ അത് തുടങ്ങുന്നത് ബെറഷീത്ത് ബറ ഇലോഹീം എന്നാണ്. ഈ ബെറഷീത്ത് എന്ന വാക്ക് തർജ്ജമ ചെയ്താൽ അതിന് മലയാള തർജ്ജമ ആദിയിൽ എന്നല്ല. പേടിക്കുന്ന, ആദിയിൽ എന്നല്ല, കുറക്കൂടെ ആഴമാണ്. എന്താ വാക്കിന്റെ അർത്ഥം എന്ന് അറിയോ? അനാദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. മനുഷ്യൻ വായിക്കുമ്പോൾ when we read, since we have a starting point, അല്ലേ? നമ്മളിപ്പോ പറയും 1967 മെയ് 17 ഇന്ന് യൂലിയോസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അതിന് മുമ്പ് പുലിക്കോട്ടിലെച്ചെന്ന ജോർജ് പുലിക്കോട്ട് എന്നറിയപ്പെട്ട ആള് 1967 മെയ് 17 ജനിച്ചു. അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്നാൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം എന്ന് ജനിച്ചു എന്ന് പറയുവാൻ നമുക്ക് നിവൃത്തിയില്ല. അതിനൊരു ഉദാഹരണം കൂടെ പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകളുണ്ടല്ലോ, 1.3 മില്യൺ മൈൽസ് പെർ അവറിൽ നമ്മുടെ പ്രപഞ്ചം, അതായത് നമ്മുടെ ഗാലക്സി, നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന, ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സി, അത് പ്രപഞ്ചത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ 8000 ഗാലക്സീസ് എങ്കിലും കണ്ടുപിടിച്ചത് 8000 ഗാലക്സീസ് എങ്കിലും ഉണ്ട്. അതിനെ എന്താണ് ഇതുവരെ കണ്ടുപിടിച്ചത് 400 ബില്യൺ സ്റ്റാർസ് എങ്കിലും ഉണ്ട്. ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഒരു സൂര്യനാണ്. അത് കത്തിത്തീരുന്ന സൂര്യനുകളുണ്ട്, ഇനിയും ജനിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനുകളുണ്ട്, പ്രകാശിതമായ സൂര്യനുകളുണ്ട്. ഈ കത്തിത്തീരുന്ന എല്ലാം അതിന്റെ ന്യൂക്ലിയസിലേക്ക് വീഴുകയും അതൊരു വലിയ ബ്ലാക്ക് മാറ്റർ, ബ്ലാക്ക് ഹോൾ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ആ ബ്ലാക്ക് ഹോളിന്റെ തന്നെ ദൈർഘ്യത്തെ കുറിച്ച് പറയുമ്പോൾ വലിയ ചില ഗാലക്സീസിന്റെ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് മോർ ദാൻ 1 ട്രില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. ഇതൊന്നും നമ്മുടെ ചിന്തയിലെ അല്ലെങ്കിൽ നമ്മുടെ അക്കങ്ങൾ കൊണ്ട് നിരത്താവുന്ന സംഖ്യകളല്ല. അപ്പോൾ ഈ മിൽക്കി വേ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത ഒരു ഗാലക്സി, അതിന്റെ പേര് ആൻഡ്രോമേഡ് എന്നാണ്. നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറയുന്നതിന് പകരം അതേ സെയിം വാക്കിൽ തുടങ്ങിയിട്ട് ആൻഡ്രോമേഡ്, MAD. ഈ ആൻഡ്രോമേഡും എന്താ പറയാ, വളരെ സ്പീഡിൽ അതും യാത്ര ചെയ്യാണ്. എന്നിട്ട് സയന്റിസ്റ്റ് പറയാണ് ഈ ഗാലക്സി നമ്മുടെ മിൽക്കി വേയും ആൻഡ്രോമേഡും തമ്മിൽ കൂട്ടിയിടിക്കാൻ പോവാണ്. കൂട്ടിയിടിച്ചാൽ ഒന്നും കാണുകയില്ല, ഈ 2 ഗാലക്സീസ് തമ്മിൽ കാണുകയില്ല. എന്നിട്ട് പറയാണ് പേടിക്കണ്ട, ഇത്രയും സ്പീഡിൽ ഇത് യാത്ര ചെയ്തിട്ടും ഇത് തമ്മിൽ കൂട്ടിയിടിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ആഫ്റ്റർ 4 ബില്യൺ ഇയേഴ്സ്. 4 ബില്യൺ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എർത്ത് ഇയേഴ്സ്. ഓക്കെ, ഞാൻ വേദപുസ്തകത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ വേദപുസ്തകത്തിന്റെ ആദ്യ വാക്കിൽ എഴുതി ബറഷീത് ബാറ എലോഹിം, ആദിയിൽ എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ അനാദിയിൽ. പക്ഷെ നമുക്ക് തുടങ്ങണമെങ്കിൽ അല്ലെ ഒരു പോയിന്റ് വേണം. അതുകൊണ്ട് നമ്മൾ അത് ഇൻ ദ ബിഗിനിങ് എന്നെഴുതി, ആദിയിൽ എന്നെഴുതി. അനാദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിന് 1-ാം അധ്യായം മുതൽ നമുക്ക് വായിച്ചു പഠിക്കാനൊന്നും ഇവിടെ നേരമില്ലെന്നറിയാം. പക്ഷെ അവിടെ പറയുന്നുണ്ട്, അപ്പോൾ എന്തായിരുന്നു? തൊഹു വാബഹു, അത് പാഴും ശൂന്യമായിരുന്നു. ഇന്ന് നാം കാണുന്ന സൂര്യചന്ദ്രാദികൾ, നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ വരുന്ന എന്നാണ്? 4-ാം ദിവസം എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അപ്പൊ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, എടാ സൂര്യൻ ഉണ്ടാകാതെ എങ്ങനെ ദിവസം ഉണ്ടായേ? തന്നെ that days referred there, the days referred in the history of Holy Scripture. Don't think that it is an earth day or night. 12 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നില്ല. It can be billions of or trillions of years. We have no idea. അപ്പോൾ ഈ ആദ്യത്തെ 3 ദിവസങ്ങൾ പറയുന്നത് അണ്ടകടാഹത്തിന്റെ മുഴുവൻ ആരംഭങ്ങളെ കുറിച്ചൊക്കെയാണ്. എന്നിട്ടാണ് സൂര്യനുണ്ടായി, ചന്ദ്രനുണ്ടായി, ഭൂമിയിൽ അതുപോലെ വൃക്ഷങ്ങളുണ്ടായി, അങ്ങനെ ഉണ്ടായി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ക്രൗൺ ഓഫ് ക്രിയേഷൻ, ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള, ആന്ത്രോഫോ സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്രിയേഷന്റെ മകുടത്തെ കുറിച്ച് പറയുന്നതും അതിനുശേഷം വിശ്രമിച്ചു എന്ന് പറയുന്നതും എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുന്നു. ആദ്യമേ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്താലേ നമ്മൾ ഒരിക്കലും വേദപുസ്തകം 2000 കൊല്ലം മുമ്പത്തെ ചരിത്രമാണ് പറയുന്നത് അല്ല. The Holy Scripture is telling the scientific history of the universe as much as it is revealed to us. ഞാൻ ഇവിടെ നേരെ ഒന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, പണ്ട് ദൈവം വിവിധമായും ഭാഗമായും വെളിപ്പെടുത്തിയത് ഇതാ കാലത്തികവിൽ ക്രിസ്തുവിൽ ഇപ്പോൾ പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്. അത് whether it is the understanding about the church, understanding about its holy scripture, ഇതിന്റെയൊക്കെ അടിസ്ഥാനം നമുക്ക് ഇത് പൂർണ്ണമായും വെളിപ്പെടുന്നത് യേശുക്രിസ്തുവിലാണ്. അവിടെ ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനെ ഇത് വെളിപ്പെടുത്തുള്ളൂ. ഒരുത്തൻ ക്രിസ്ത്യാനിറ്റി ദിസ് ഈസ് അബ്സേർഡ് എന്ന് ഒരുത്തൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ യു, ബട്ട് for me it is a complete revelation
in Christ. അവിടെ നിന്നുകൊണ്ട്, so we standing in the central point, we are standing in Christ and looking backward and forward. നമ്മുടെ ലിറ്റർജിക്കൽ കലണ്ടറിലെ നമ്മുടെ whole aspect of our liturgy, all aspect of our life philosophy, നമ്മൾ പഴയ നിയമത്തെ കാണുന്നത് ക്രിസ്തുവിൽ നിന്നാണ് പഴയ നിയമത്തിലേക്ക് പോകുന്നത്, ക്രിസ്തുവിൽ നിന്നാണ് പുതിയ നിയമത്തിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകുമ്പോൾ ബൈബിൾ ഫോർമേഷൻ, അത് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് വെബ്സൈറ്റുകളിലും ഒക്കെ നമുക്ക് കാണാനൊക്കും, ഒത്തിരി ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിക്കാനൊക്കും. അതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടും നാഗരികതകൾ, അപ്പോൾ ഓരോ നാഗരികതയ്ക്കും അതിൻ്റെതായ ഓരോ സംസ്കൃതികൾ, അവരുടേതായ ആദ്യം ഓറൽ ലാംഗ്വേജസ്, then some codes, how to write a language. ഇന്ത്യൻ ഫിലോസഫിയിലെ, ഇന്ത്യൻ സിസ്റ്റത്തിലെ അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. എല്ലാ സിസ്റ്റത്തിലും അത് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ടെക്നോളജിയുടെ ഡെവലപ്മെന്റിൽ തന്നെ ആദ്യം പറയുന്നത്, ഇന്ത്യൻ സിസ്റ്റത്തിൽ പറയുന്നത് ശിക്ഷ, വ്യാകരണ, നിരുക്ത, ഛന്ദസ്, കൽപ്പ, ഇങ്ങനൊരു ശാസ്ത്രം പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ആദ്യം നമുക്ക് ഫോണറ്റിക്സ് വേണം, എങ്ങനെ അക്ഷരങ്ങൾ വേണം, എങ്ങനെ ഉച്ചരിക്കണം, ആയും മായും ചേരുമ്പോൾ അമ്മ, അപ്പോൾ ഒരു കൺസെപ്റ്റ് വരുന്നു, ഒരു മീനിങ്, നിരുക്തം ഉണ്ടാകുന്നു, അമ്മ, പിന്നെ അപ്പ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ വാക്കുകൾ ഉണ്ടാകുന്നു. ഈ വാക്കുകളെ കൂട്ടിച്ചേർക്കണമെങ്കിൽ ഒരു വ്യാകരണം വേണം. അപ്പോൾ ശിക്ഷ, വ്യാകരണ, നിരുക്ത, പിന്നെ അത് ഓർത്തിരിക്കാൻ ഛന്ദസ്, മെട്രോളജി വേണം. കൃത്യമായി ഇന്നും നമുക്ക് തെളിവില്ല. അനേക സഹസ്രങ്ങൾ എനിക്ക് തോന്നുന്നു ലൈൻ തിരിച്ചു വന്നെന്ന് തോന്നുന്നു. ഭാരതീയ വേദങ്ങളെ സംബന്ധിച്ചത് തന്നെയാണ്. അത് എഴുതപ്പെടുന്നതിന്റെ എത്രയോ സഹസ്രാബ്ദങ്ങൾ മുമ്പ് ആയിരക്കണക്കിന് ശ്ലോകങ്ങളുള്ള വേദങ്ങൾ മുഴുവൻ അത് ശ്ലോകമാക്കിയത് തന്നെ ഈ മീറ്ററോളജിക്ക് വേണ്ടിയാണ്, ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞാല്, നമ്മൾ എന്നും വൈകിട്ട് ശയന നമസ്കാരം ഞങ്ങൾക്കുള്ള കർത്താവേ, അല്ലെങ്കിൽ കർത്താവെ കൃപ ചെയ്യണമേ ചൊല്ലും. അല്ലെങ്കിൽ നമ്മുടെ ശിവ നമസ്കാരം, സ്ലീവ നമസ്കാരം, ഖ്യന്ത നമസ്കാരം, ഈ നമസ്കാരങ്ങളൊക്കെ നമ്മുടെ പാരമ്പര്യത്തിലുള്ളവർക്ക് ഒരുപക്ഷെ പുസ്തകമില്ലാതെ പോലും ചൊല്ലാനൊക്കും. പുസ്തകം ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത്, കുറച്ചുകൂടെ കൃത്യതയോടെ തെറ്റുകൂടാതെ ചൊല്ലാനുള്ള ശ്രമം നടക്കും. പുസ്തകമില്ലെങ്കിലും ഇത് നമ്മുടെ തലയിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇത് ഗാനരൂപത്തിലല്ലാതെ ഞങ്ങൾക്കുള്ള കർത്താവ് എന്നുള്ളതിന്റെ പ്രോസ് ഒന്ന് ചൊല്ലാൻ പറഞ്ഞ ആർക്കെങ്കിലും പറ്റുമോ? തിരുമേനിക്ക്, സദാപൻ തിരുമേനിക്ക് അതിന്റെ പ്രോസ് മനസ്സിനെടുത്ത് മുഴുവൻ ചൊല്ലാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ഈ മീറ്ററോളജി എന്നുള്ളത് കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള സംവിധാനം. അത് കഴിഞ്ഞ് ഇത് എപ്പോൾ, എങ്ങനെ, എവിടെ ഉപയോഗിക്കണം, അതാണ് ആക്ച്വലി ജ്യോതിഷം. അസ്ട്രോളജി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം അതാണ്.
ഉപയോഗിക്കും. ജ്യോതിഷം. അടുത്തത് കൽപ്പം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ ഉള്ള അതിന്റെ നെറ്റ് ഔട്ട് എന്താണ്. ഇതൊരു മെത്തഡോളജി, ഇതിന്റെ രീതിശാസ്ത്രമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഓറൽ BC 2700 ഹമ്മുറാബിയാണ് ബാബിലോണിലെ അന്നത്തെ ഒരു, ബാബിലോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന നിനവേ, ഇതൊക്കെ ബാബിലോണിലെ സിറ്റീസ്. നിനവേക്കൊക്കെ BC 5000 മുതലെങ്കിലും സിറ്റി ഓഫ് നിനവേ. ഇപ്പോഴത്തെ ഈ ബാഗ്ദാദ്, നമ്മുടെ മൂസുൽ, ദേറ, ഈ പ്രദേശം മെസ്സൊപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ എന്താ? എ റീജിയൻ ബിറ്റ്വീൻ റിവേഴ്സ്. വടക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് നദിയും കിഴക്ക് തിഗ്രീസ് നദിയും. നമ്മള് ജനസിസ് 3:14 മുതലുള്ള വാക്കുകളിലാണെന്ന് തോന്നുന്നു ഈ നദികളുടെ ഉത്ഭവത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഈ ലോകത്തെ ഘടനയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ നദികൾക്കിടയിലുള്ള സ്ഥലമാണ് മെസ്സൊപ്പൊട്ടോമിയ. മെസ്സൊപ്പൊട്ടോമിയയിലെ നമ്മുടെ ഒരു എബ്രഹാം പിതാവ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നമുക്കറിയാം. എബ്രഹാം പിതാവ് ആരംഭിക്കുന്നത് ഏതാണ്ട് BC 2000-ലാണ്. അതിലും ഒരു 700 വർഷം മുമ്പ് BC 2700-ലാണ് നമുക്ക് ആദ്യം ഒരു സുമേറിയൻ അതോ അതിലും പഴക്കമുള്ള അക്കേഡിയൻ സ്ക്രിപ്റ്റ് ലഭിച്ചിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഇന്നും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഹമ്മുറാബി കോഡ്, ഇത് കോഡ് ഓഫ് കോണ്ടക്ട് ആണ്, നമ്മുടെ മനുസ്മൃതി എന്ന് പറയുന്ന മാതിരി. അല്ലെങ്കിൽ മോശയുടെ പിന്നീട് ഡെക്കലോഗ്, മോശ ഇങ്ങനെ നിയമങ്ങൾ, 10 കൽപ്പനകൾ എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള കോഡ് ഓഫ് ഹമ്മുറാബി, അത് തന്നെ BC 2700 എന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ അവിടുത്തെ പല കഥകൾ നമുക്കുണ്ട്. ഈ കഥകളൊക്കെ പല വിധത്തിൽ അത് മനുഷ്യ മനസ്സിൽ ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങള് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗിൽഗാമേഷ് സ്റ്റോറീസ് എന്നൊക്കെ പറയും. ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷെ വായിച്ചു, ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവർ പലരും ഈ വിഷയങ്ങൾ ആഴമായി പഠിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഗിൽഗാമേഷ് സ്റ്റോറീസ് ഒക്കെ ബൈബിൾ സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ഒരു പക്ഷേ റിലേഷൻസ് കാണും. കാരണം നാഗരികത എന്താണ് എനിക്ക് ഇതിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, അത് സ്വാംശീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പഴയ നിയമത്തിൽ ചോദ്യങ്ങളിലുള്ള ഒരു കാര്യമാണ്, ഏതാണ് പഴയ നിയമം? ആരാണ് പഴയ നിയമത്തിന്റെ കാനോൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് പഴയ നിയമത്തിന്റെ പുസ്തകങ്ങൾ ഉണ്ടായത്? പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ജൂയിഷ് കോണ്ടെക്സ്റ്റ്. ജൂയിഷ് കോണ്ടെക്സ്റ്റിലെ ആദ്യം എഴുതിയത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത്. എന്നാൽ അതും ആ പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് മോശയാണോ അല്ല എന്ന് പറയാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം മോശയുടെ ഭരണത്തെക്കുറിച്ച് അതിൽ പുസ്തകങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഹെസക്കിയയുടെ കാലത്ത് BC 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ടിലാണ് ഇത് ആദ്യമായിട്ട് ഒരു സ്ക്രിപ്ചർ എന്ന വാക്ക് തന്നെ സ്ക്രിപ്റ്റിൽ നിന്നാണ് വരുന്നത്, അറിയാമല്ലോ. എഴുത്തുകളുടെ രൂപത്തിൽ ഇത് ഉണ്ടാകുന്നത് ഒരു പക്ഷേ ദാവീദിനും ശലോമോനും ശേഷമുള്ള കാലത്താണെന്ന് പോലും പറയുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദാവീദിന്റെ സങ്കീർത്തനങ്ങളില്ലേ, ശലോമോന്റെ പുസ്തകമില്ലേ? ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇതിനൊക്കെ ചില ഭാഗങ്ങൾ സ്ക്രോൾസിലായിട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ കൃത്യമായ തെളിവ്, സ്ക്രോൾസ് എടുത്ത് വായിക്കുന്നത്, ആ തെളിവ് കിട്ടുന്നത് ബാബിലോൺ പ്രവാസത്തിന്റെ കാലം മുതലാണ്. അപ്പോൾ ഒരു BC, ബാബിലോൺ പ്രവാസം എന്ന് പറയുന്നത് BC 600-ആണ്. എന്നാൽ ഏറ്റവും ഏർലിയസ്റ്റ് ഡോക്യുമെന്റ് ഇന്ന് നമുക്ക് കിട്ടുന്നത് ഒരു BC 9-8 നൂറ്റാണ്ടുകളിൽ നിന്നാണ്. പാർച്ച്മെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ അതിന്റെ അർത്ഥം എന്താ? അപ്പോഴേ എഴുതിയുള്ളൂ എന്നുള്ളതല്ല, ഇതെല്ലാം തലയിൽ എഴുതി വച്ചിരിക്കുകയാണ്. യുഗങ്ങളായിട്ട്, യുഗാന്തരങ്ങളായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ഇതുണ്ട്, ഈ കഥകളുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പുറകോട്ട് പോകാം.
മോശയുടെ പഞ്ചഗ്രന്ഥം നമ്മൾ പറഞ്ഞു, തോറ, ദ പെന്ററ്റുക്ക് എന്ന് പറയുന്ന ഭാഗം അല്ലെ, ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അതിന് കൊടുത്തിരിക്കുന്ന പേരുകൾ തന്നെ രസാവഹമാണ്. ജനസിസ്, ഉൽപ്പത്തി. അപ്പോൾ മനുഷ്യൻ അന്ന് അറിയുന്ന ഉൽപ്പത്തി ചരിത്രം ആഴമായിട്ടൊന്ന് ബൈബിളിലേക്ക് ഒന്ന് നോക്കിയാൽ കാണാം. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി ചരിത്രവും 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി ചരിത്രവും തമ്മിലെ ചെറിയ 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 വ്യത്യാസങ്ങളുണ്ട്. അത് പല വേർഷൻസ് കൊടുത്തിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം, ഒരേ സുവിശേഷം, ഒരേ രക്ഷകന്റെ ഇതിവൃത്തം 4 പേരുടെ ഡയമെൻഷൻസിലാണ് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ സിമ്പിളി ഒരു ചോദ്യം ചോദിക്കാം, ഇതാരെങ്കിലും സുനോസ് കൂടി ചെയ്തിട്ട് ഈ 4 സുവിശേഷം കൂടെ ഒന്ന് കമ്പൈൽ ചെയ്തിട്ട് റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് ഇത് ഒരെണ്ണമായിട്ടൊന്ന് പ്രസിദ്ധീകരിച്ച പോലെ എന്ന് ചോദിക്കാം. അതിന്റെ ഉത്തരം പോരാ എന്നുള്ളതാണ്. കാരണം ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആ ഒറിജിനലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുവഴി ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയ ആള് അതൊരു പക്ഷേ മോശ തുടങ്ങി വെച്ച് കാണും. മനസ്സിലായോ? മോശ ജനത്തെ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഥകളായിട്ട് പറഞ്ഞു കാണും. ഇതെല്ലാം സ്വാംശീകരിക്കപ്പെട്ട് ഹൃദയത്തിൽ സംഹരിച്ച് ജോഷുവായും കാലേബും അല്ലെങ്കിൽ അറിയപ്പെടാത്ത എത്രയോ സ്ക്രൈബ്സ് ഉണ്ടാകും, എഴുത്തുകാരുണ്ടാവും, അവരെല്ലാം അത് കുറിച്ചു വെച്ചിട്ടുണ്ടാവും. അത് പിൽക്കാലത്ത് ഒരു ഫോർമേഷനിലേക്ക് വരികയാണ്. ഇവിടെ ഒന്നുകൂടെ പറയട്ടെ, അപ്പോൾ തന്നെ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നു. ആദ്യം സ്ക്രിപ്ചർ ആണോ ഉണ്ടായത്, അതോ ആദ്യം ലൈഫ് ആൻഡ് ഇറ്റ്സ് കൾച്ചർ ആൻഡ് ഇറ്റ്സ് വർഷിപ്പ് ടുവേർഡ്സ് ഗോഡ്? ഏതാണ് ആദ്യം ഉണ്ടായത്? ഉത്തരം വളരെ സ്പഷ്ടമാണ്. ആദ്യം ഉണ്ടാകുന്നത് ഒരു കൾച്ചർ ഓഫ് എ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ കൾച്ചർ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയാണ് ഒരു ദൈവവിശ്വാസം. അത് ഏകദൈവവിശ്വാസം, ബഹുദൈവ വിശ്വാസം ഒത്തിരി ഉണ്ട്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള കാലത്ത് ഒരു പക്ഷേ തിരുമേനി ഓർക്കുന്നുണ്ടാവും, തിയോളജി പഠിക്കുന്ന കാലത്ത് പാൻറ്റിസം, പാൻതേയിസം, പാനെൻതേയിസം ഇതൊക്കെ പറഞ്ഞ കൂടെ കുളവാക്കണ്ട. സോറി, ഞാൻ ആ വാക്ക് കുളവെന്നുള്ള വാക്ക് ഉപയോഗിച്ചതിന്. തെയിസം, മൊണോതെയിസം, ആബ്സല്യൂട്ട് മൊണോതെയിസം, മോണിസം. നമ്മുടെ ശങ്കരാചാര്യൻ പറഞ്ഞത് മോണിസമാണ് എന്ന് പറഞ്ഞാൽ ഇത് വൺ ആബ്സല്യൂട്ട്. അതിന് ദൈവം എന്ന് വിളിക്കണോ ഒന്നും പറയണ്ട. കാരണം അതിന്റെ മുന്നിൽ നിന്നാൽ നമുക്കൊന്നും വിളിക്കാനൊക്കത്തില്ല, എന്താണെന്ന് മനസ്സിലാകത്തില്ല. അന്നേരം ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടും. ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പറയാണ്. അദൃശ്യം, അവ്യവഹാരം, അചിന്യം, അലക്ഷണം, അഗ്രാഹ്യം, അവ്യുപദേശസാരം. 6 കാര്യങ്ങള് നേതി നെഗറ്റീവ് പ്രിൻസിപ്പിൾസിലാണ് പറഞ്ഞിട്ട് പറയാണ്. ഏകാത്മ പ്രത്യയസാരം, പ്രപഞ്ചോപശമം, ശാന്തം, ശിവം, അദ്വൈതം. ഈ ശിവൻ എന്നൊക്കെ കേട്ടിട്ട് ഉടനെ ഇതേണ്ടി തിരുമേനി ശിവന്റെ കാര്യം പറഞ്ഞു എന്ന് പറയല്ലോ കേട്ടോ. ശിവനല്ല, ശിവം എന്ന് പറഞ്ഞാൽ ചൈതന്യം എന്നുള്ളതാണ്. ചൈതന്യം, മഹത്തായ ചൈതന്യമുള്ള വാക്കിന്റെ അർത്ഥം. പിൽക്കാലത്ത് ഡെയ്റ്റീസിനെ ഉണ്ടാക്കിയപ്പോഴേ ചൈതന്യമുള്ളവനെ ശിവൻ എന്ന് വിളിക്കാൻ തീരുമാനിച്ചു. അത് നമ്മുടെ കുഴപ്പമില്ല, അത് അദ്വൈതത്തിന് കുഴപ്പമില്ല. പറഞ്ഞത് അതുകൊണ്ട് ആദ്യം പറയുന്ന വാക്ക് അദൃശ്യം എന്നാണ്. നമുക്ക് കാണാനൊക്കുമോ? നമ്മൾ ദൈവത്തെ ഡെപ്പിക്ട് ചെയ്യുന്നില്ല. പിതാവാം ദൈവത്തെ നമ്മൾ ഡെപ്പിക്ട് ചെയ്യുന്നില്ല. ഒന്നുകൂടെ കണക്ട് ചെയ്ത് പറയാണ്. പിന്നെ നമ്മൾ ദൈവത്തെ കണ്ടതാരിലാണ്? പുത്രന്റെ അവതാരത്തിൽ നാം ദൈവത്തെ കണ്ടു. പുത്രനോട് ചോദിച്ചപ്പോ ഫിലിപ്പോസ് പറഞ്ഞു, അല്ലേ, എനിക്കതാ പിതാവിനെ ഒന്ന് കാണിച്ചു തന്നാ മതി. അപ്പോ പുത്രൻ പറയാണ്, ഫിലിപ്പോസേ, ഇക്കാലം അത്രയും എൻ്റെ കൂടെ നടന്നിട്ട് നീ പിതാവിനെ കണ്ടില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതുവരെ പിതാവിനെ നമുക്ക് ടെക്നിക്കലി നമ്മൾ പറയും, ആദമേ അവയെയും സൃഷ്ടിച്ച് മൂക്കിലൂതിയപ്പം അവര് ദൈവത്തെ കണ്ടില്ലയോ? മോശ പിന്നിന്ന് കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ സഭ പഠിപ്പിക്കുകയാണ്, ദൈവത്തെ ആദ്യമായിട്ട് കണ്ടത് ആരാന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ, തിരുമേനിക്ക് ഉത്തരം അറിയാം, വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക്
ഈവൻ അൺമ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം എന്ന് പറയാം. ആരാണ് ദൈവത്തെ പൂർണ്ണ രൂപത്തിലും ഭാവത്തിലും ആദ്യം കണ്ടത്? സഭ പറയുന്നു. ഞാൻ കൂട്ടത്തിലൊന്ന് പറയാണ്. കോപ്റ്റിക് ചർച്ചിന്റെ സൺഡേ സ്കൂൾ കുട്ടികളോട് ചോദിച്ചാൽ അവരെല്ലാവരും ഒരുപോലെ കൈപൊക്കി വെച്ച് അവർ പറയും. എന്താ ഉത്തരം എന്നറിയോ? ദൈവത്തെ സർവപൂർണതയിലും കണ്ടത്. ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ യെസ് എന്ന് പറയും. ദൈവത്തെ സർവപൂർണതയിലും കണ്ടത് ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമാണ്. നമുക്കൊരു ഗാനമുണ്ട്. ചൊന്നാൾ മറിയം നിൻ ശക്തിയ നിന്നെ വഹിച്ചേൻ, ജനനി ഗുഹയിൽ നിൻ മഹിമാവെന്നെ നീ കാട്ടി, കാളുന്ന ചെറുപുൽക്കൂടിനു ചുറ്റിലുമെരുതി, പാറുന്നുപരിതലെ ചിറകാറുള്ളോർ സോപ്പേന്മാർ. ആ ഗാനം പാടുമ്പോൾ അർത്ഥം ഇതാണ്: ഞാൻ നിന്നെ പ്രസവിച്ചപ്പോൾ, നീ മനുഷ്യനായി അവതരിച്ചപ്പോൾ നിന്റെ വലിയ മഹിമ ഞാൻ കണ്ടു. എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാണുന്ന ചെറു പുൽക്കൂടിന് ചുറ്റിലും വരുതി. പുൽക്കൂടാണ്, കോൺട്രാസ്റ്റ് ആണ്. പക്ഷെ ആ പുൽക്കൂട് മുഴുവൻ കത്തിജ്വലിക്കുകയാണ്. അപ്പോഴാണ് മോശ കണ്ട മുൾപ്പടർപ്പിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. അവിടെ സെറാപ്പുകൾ എല്ലാം നിന്ന് പറക്കുകയാണ്. പക്ഷെ കുർബാനയിലെ യഥാർത്ഥത്തിൽ നമ്മുടെ ശോശപ്പ ആഘോഷിക്കുന്ന സമയമാണത്. അതൊക്കെ വേറെ ഒരുപാട് പറഞ്ഞെങ്കിൽ അതൊക്കെ ആവുള്ളൂ. വളരെ മനോഹരമായിട്ട് ജോൺ ഓഫ് ഡാറെ പോലെയുള്ള കമന്ററികളിൽ പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, അപ്പോൾ എന്താ സംഭവിച്ചത്? പാറുന്നുപരിതലെ ചെറുതാറുള്ള സ്വപ്നന്മാർ, കർത്താവെ പക്ഷമുയർത്തിടുവാൻ അവരോട് നീ കൽപ്പിച്ചതില്ലേ. കാരണം വന്ന് വണങ്ങി തിരുഹിതമാകുന്ന സ്തന്യം ഞാൻ നൽകാൻ. കാരണം ദൈവം മനുഷ്യനായപ്പോൾ കുഞ്ഞായിട്ടാണ് പിറന്നു വീണിരിക്കുന്നത്. അതിന് പാല് കൊടുത്തില്ലെങ്കിൽ, അത് പൂർണ്ണ മനുഷ്യനും കൂടി ആയതുകൊണ്ട് പാല് കൊടുത്തില്ലെങ്കിൽ ചത്തുപോകും. പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. അത്തനാസിസ് പറയുകയാണ് 4-ാം നൂറ്റാണ്ടിലെ, ഇതുവരെയും നിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ചുവെന്ന് നീ സ്ക്രിപ്ചറിൽ പറഞ്ഞപ്പോൾ believed it. ഇതുവരെയും സ്ക്രിപ്ചറൽ നോളജ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സ്ക്രിപ്ചറൽ നോളജ് എന്ന് പറയാൻ എന്റെ അർത്ഥം എന്താ? അവർ ആൻസസ്റ്റേഴ്സ് അന്ന് ഇത് വിശ്വസിച്ചു. ദൈവത്തിന്റെ രൂപത്തിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ദൈവം മോശയോട് പറഞ്ഞു കൊടുത്തപ്പോൾ മോശ അത് കോഡിഫൈ ചെയ്തു. എന്നാൽ ഇന്ന് നീ മനുഷ്യനായി ജനിച്ചപ്പോൾ, ശ്രദ്ധിച്ചോണം, നീ മനുഷ്യനായി തീർന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ രൂപത്തിലാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നീ അന്നേ ഞങ്ങളെ നിന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു. അതിന്റെ ഫുൾനെസ് ആയിട്ട്, സൃഷ്ടിയുടെ മകുടമായിട്ട് നീ ജനിച്ചപ്പോൾ മനുഷ്യ രൂപം കൊണ്ട് ജനിച്ചു. കണക്ട് ചെയ്തെന്നുള്ളേ ഉള്ളൂ. ഗോയിങ് ബാക്ക്. അപ്പോൾ ഈ കോഡുകൾ, ഹമ്മറാബി കോഡ്, ഇതെല്ലാം വരുന്നു. മോശ അദ്ദേഹത്തിന് ഉണ്ടായ മിസ്രൈമിൽ വെച്ച്, അതുപോലെ ജൂയിഷ് കോണ്ടസ്റ്റിലെ ഇതെല്ലാം, സീനായ് മലയിലെ 40 വർഷം, ഇതെല്ലാം ക്രോഡീകരിച്ച് മോശ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിനെ ടെക്നിക്കലി പല കാര്യങ്ങൾ JEDP സോഴ്സ് എന്നൊക്കെ പറയും, ജഹോവ സോഴ്സ്, സോഴ്സ്, പ്രീസ്റ്റ്ലി സോഴ്സ്, അതർ ജൂയിഷ് സോഴ്സ്, ഇതൊക്കെ പറയും. അങ്ങനെ പല സോഴ്സുകൾ. അത് ടെക്സ്റ്റ് ക്രിറ്റിസിസം, ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് സ്ക്രിപ്ചർ ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പറയും. ചുരുക്കത്തിൽ ആ ഭാഗത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, സഭ അന്നത്തെ കമ്മ്യൂണിറ്റിയുടെ ദ വേർഡ് കൊഹാൽ, സമാഗമന കൂടാരം, അവിടുത്തെ വരവുകള്, ലിറ്റർജിക്കൽ കമ്മ്യൂണിറ്റി, നമ്മള് ഇന്ന് അസംബ്ലി എന്ന് പറയും. ഭദ്രാസന അസംബ്ലി എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവസന്നിധിയിൽ നാം കൂടി വരുന്ന ദ അസംബ്ലി, ദാറ്റ് ഈസ് ദ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. ആ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയിൽ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന വിജ്ഞാനം, that's the wisdom that have been revealed to the fathers. അത് ആദ്യം
ട്രഡീഷൻ ആയിട്ട് നിലനിർത്തി അല്ലേ? ഇപ്പൊ തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറയുകയാണ്. അത് നിന്നിൽ ഒരു വടു കണ്ടു കഴിഞ്ഞാൽ നീ ഇത്ര ദിവസം മാറിയിരിക്കണം, അത് കഴിഞ്ഞ് നിനക്കൊരു ഒബ്സർവേഷൻ പീരീഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിക്കേ, നമുക്ക് ക്വാറന്റൈൻ ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞാൽ ഐസൊലേഷൻ ടൈം ഉണ്ട്, അത് കഴിഞ്ഞ ഒബ്സർവേഷൻ പീരീഡ് ഉണ്ട്. ഇതൊന്നും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല, ചിലരൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ക്വാറന്റൈൻഡ എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ 40 ദിവസം എന്ന വാക്കിന്റെ അർത്ഥം. ക്വാർ 4, ക്വാർട്ടോ 4, 4-1 നമുക്കറിയാം. 4-1 ക്വാർട്ടോ, ഇതിനാണ് ഒരു ക്വാർട്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്ക്. 4 × 10 10, ടൈം എന്നുള്ള 10 ആണ്. ക്വാർട്ടോ 10, അതാണ് 4 × 10 40. ആക്ച്വലി 40 ദിവസം ക്വാറന്റൈൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. നമ്മുടെ പിതാക്കന്മാരൊക്കെ ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്, ആത്മീയ ക്വാറന്റൈനിൽ പോയിട്ടുണ്ട് അല്ലെ? 40 ദിവസത്തെ ഉപവാസം. അവിടെ നിന്ന് ആ ദിവസങ്ങളിൽ അവർ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അത് മോശയും പ്രവാചകന്മാരും എല്ലാവരും, നമ്മുടെ കർത്താവ്, ദാനിയേല്, അങ്ങനെ ആ ഒരു വലിയ ട്രഡീഷൻ നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് എന്നും വൈകിട്ട് ക്വാറന്റൈനിൽ പോകുമായിരുന്നു അല്ലേ? പകല് മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ, അത് പ്രപഞ്ചത്തിലാണ് വിശ്രമിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് കാണാം. അപ്പോൾ ഈ കൺടെംപ്ലേഷൻ, ഈ മെഡിറ്റേഷൻ, ഇതിൽ നിന്ന് കിട്ടുന്ന തീവ്രമായ ആശയങ്ങൾ, അത് ആദ്യം അപ്പൊ ഒന്ന് നമ്മുടെ തലയിൽ നിന്ന് എത്രമാത്രം നമുക്ക് വായിലോട്ട് കൊണ്ടുവരാൻ നോക്കും, അതിന് തന്നെ ലിമിറ്റ് ഉണ്ട്. ആ വായിൽ നിന്ന് വന്നത് എത്രമാത്രം നമുക്ക് എഴുതാൻ നോക്കും, അതിന് ലിമിറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ എഴുതി കിട്ടിയ കാര്യങ്ങൾ ആണ്, അതിനെ താഴ്ത്തി പറയല്ല, എഴുതി കിട്ടുന്ന അതിന്റെ ക്രമാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ആ എഴുതി കിട്ടിയതാണ് സ്ക്രിപ്ചർ എന്നും, ആ സ്ക്രിപ്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റിലിജിയൻ നിലനിൽക്കേണ്ടത് എന്നും പറയുന്നതിനകത്ത് ഒരു മൗഢ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദ ഹോളി ട്രഡീഷൻ, ആൻഡ് ദ ഹോളി ട്രഡീഷൻ ഈസ് സ്കാൻഡ് ആൻഡ് ട്രൈഡ് ടു ആക്വൈസ് ഇൻ ദ ഹോളി സ്ക്രിപ്ചർ. ഹോളി സ്ക്രിപ്ചർ എന്ന് പറയുന്നത് ഈ ഹോളി ട്രഡീഷന്റെ ഒരു ലഭിച്ച എഴുതപ്പെട്ട രൂപമാണ്. എന്നാണ് ഞാൻ പറഞ്ഞു. വേറൊരു കൂട്ടരെ പറയുന്നുണ്ട്, ഈ സ്ക്രിപ്ചർ ആണ് എല്ലാം, അതിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് എന്ന് പറയുന്ന ഒരു മതമുണ്ട്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ പിൽക്കാലത്ത്, പുതിയ നിയമത്തിൽ ഈ അടുത്ത കാലത്ത് 16-ാം നൂറ്റാണ്ടൊക്കെ ശേഷമുള്ള സമയത്ത് സോളാ സ്ക്രിപ്ചൂറ, കാരണം അവർക്ക് ട്രഡീഷൻ എന്താണെന്ന് അറിയത്തില്ല. ഒരു വേദപുസ്തകം എടുത്താൽ അതിൽ നിന്ന് സഭയുണ്ടാക്കാം, അതുകൊണ്ട് സോളാ സ്ക്രിപ്ചൂറ, സ്ക്രിപ്ചർ മാത്രം എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വരാം. ഞാൻ ഈ ബൈബിൾ ഹിസ്റ്ററി ഒരു വാക്കുകൊണ്ട് കൂടെ പൂർത്തിയാക്കിയിട്ട്, കാരണം 1 മണിക്കൂർ കഴിഞ്ഞു, ചർച്ചകൾ തുടങ്ങേണ്ട സമയമായി ഓൾറെഡി. അതുകൊണ്ട് എനിക്ക് ഈ 2 കാര്യങ്ങളാണ് ഒന്ന് പറയാനുള്ളത്. ഒന്ന്, ആദ്യമായിട്ട് അതുവരെയുള്ള പുസ്തകങ്ങൾ, അതിൽ തോറ ഉണ്ട്, അഥവാ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങള്, എഴുത്തുകളുണ്ട്, പ്രവചനങ്ങളുണ്ട്, മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ്, ഇതൊക്കെ ഉണ്ട്. ഇതിനെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിൽ, പ്രത്യേകിച്ച് ഒരു ഹെലനിസ്റ്റിക് കോണ്ടെക്സ്റ്റിൽ ഒരു പുസ്തക രൂപത്തിൽ ഉണ്ടാക്കി യഹൂദന്മാർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. BC 356 മുതൽ BC 323 വരെ ജീവിച്ച, പലരും അദ്ദേഹത്തിനെ ഗ്രേറ്റ് എന്ന് വിളിക്കുന്നതിനൊക്കെ ചോദിക്കും. ആക്ച്വലി ഹീസ് ഗ്രേറ്റ്. അത് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചതും കൊണ്ടല്ല. അദ്ദേഹത്തിന്റെ വിഷൻ, സാംസ്കാരിക സമന്വയം, അത് ഭയങ്കരമായിട്ട്, നിങ്ങളൊക്കെ അഥവാ സമയം കിട്ടുവാണെങ്കിൽ ഈ നമ്മൾ നല്ല ഡോക്യുമെന്ററീസ് ഉണ്ട്. നിങ്ങൾക്ക് പലർക്കും ഈ എന്താണ് ആമസോൺ പ്രൈം പോലെയൊക്കെയുള്ള അക്കൗണ്ട്സ് ഉണ്ടാകും. അതിനകത്തൊക്കെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഒക്കെ സൂപ്പർ ഡോക്യുമെന്ററീസ് ഉണ്ട്, നല്ല ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അതിലെ അദ്ദേഹത്തിന്റെ പല വിഷനുകളിൽ, ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ വിഷനുകളിൽ ഒന്നായിരുന്നു ലോകത്ത് ഇതുവരെയുള്ള എല്ലാ മത തത്വചിന്തകളും അതിനുവേണ്ടി ഒരു ബജറ്റ്. ഞാൻ 2 തവണ പോയിട്ടുള്ള സ്ഥലമാണ് അലക്സാൻഡ്രിയൻ ലൈബ്രറി എന്ന് പറയുന്നത്. ഇന്ന് യുനെസ്കോ ആണ് അത് റീബിൽഡ് ചെയ്ത് സംരക്ഷിക്കുന്നത്.
അലക്സാന്ദ്രിയയിലെ ഒരു പിനക്കിൾ, കടലിലേക്ക് കിടക്കുന്ന ഒരു മുനമ്പ്, ആ മുനമ്പിലേക്കുള്ള എൻട്രിയിലാണ് ദ ഗ്രേറ്റ് അലക്സാൻഡ്രിയൻ ലൈബ്രറി ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ആരംഭിച്ചത് BC 4-ാം നൂറ്റാണ്ടിലാണ്. അലക്സാണ്ടർ അത് തലയിൽ വെച്ചു. നമ്മുടെ ദാവീദ് ദേവാലയം തലയിൽ, മസ്തിഷ്കത്തിൽ ദാവീദിന്റെ ദേവാലയം നിന്നു പറയാണ്. അതിനു മുമ്പും ദാവീദ് ദേവാലയം കണ്ടു. പ്രകൃതി മുഴുവനുമാണ് ദാവീദിന്റെ ദേവാലയമായിരുന്നത്. അത് കഴിഞ്ഞൊരു ദേവാലയ രൂപം മനസ്സിലുണ്ടായിരുന്നു. മകൻ ശലോമോൻ അത് പണിതു എന്നൊക്കെ പറയുന്ന മാതിരി അലക്സാണ്ടർ ദ ഗ്രേറ്റ് 32 വയസ്സിൽ ഈ ലോകത്തോടെ യാത്ര മനുഷ്യനായി കേട്ടോ. 20 വയസ്സിൽ മാസിഡോണിയയുടെ രാജാവായി ഫിലിപ്പ് II മകൻ. 12 കൊല്ലം കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ മുഴുവൻ ചെയ്തിട്ട്, എനിക്ക് സമയം കിട്ടിയില്ല ഒന്നും പറയുന്നത് കരുതുന്നില്ല. 12 കൊല്ലം കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്തൊരു മഹാസാമ്രാജ്യം ഉണ്ടാക്കി ഇന്ത്യ വരെ വന്നു. തിരിച്ചു പോകുമ്പോൾ ഒരു കൊതുക് കുത്തിയിട്ട് മലേറിയ വന്നിട്ടാണ് പേർഷ്യ വെച്ച് മരിച്ചുപോയെന്നും കൂടിയാണ്, ബാബിലോണിൽ വെച്ച് മരിച്ചുപോയെന്നും കൂടിയാണ്. അത് അതിൻ്റെ ഒരു മറുവശം. അതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ഇത് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം ടോളമിയുടെ കാലത്താണെന്നാണ് കാണുന്നത്. കുറെ സ്ക്രൈബ്സിനെ വിളിച്ചിട്ട് യഹൂദന്മാർക്ക് വേണ്ടി, കാരണം അന്നത്തെ ഹെലനിസ്റ്റിക് കൾച്ചറിൽ, ഗ്രേക്കോ റോമൻ കൾച്ചറിൽ, പിന്നീട് വന്നത് AD 70 ശേഷമൊക്കെയാണ്. AD 1-ാം നൂറ്റാണ്ടിലാണ് ഗ്രേക്കോ റോമൻ എന്ന് പറയാൻ വന്നത്. അതുവരെ ഹെലനിസ്റ്റിക് കൾച്ചറിൽ, അതിൽ ജുഡൈസം, പാലസ്തീനൊക്കെ അവർ പിടിച്ചടക്കി ഈസ്റ്റിലേക്ക്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കുള്ള വലിയ എൻട്രി ഉണ്ടായി. അപ്പോൾ ജൂസിന് വേണ്ടി, ആ പ്രദേശത്തുള്ളവർക്ക് വേണ്ടി അവരുടെ ലിഖിതങ്ങൾ, അവരുടെ എഴുത്തുകൾ അന്നത്തെ ഗ്ലോബൽ ലാംഗ്വേജ് ആയിരിക്കുന്ന ഗ്രീക്ക് ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ അന്നുള്ള സ്കോളേഴ്സിനെയും സ്ക്രൈബ്സിനെയൊക്കെ വിളിച്ചു. അപ്പൊ അവരെ തോറ, കെത്തുബീം, നെത്തുബീം, ഇങ്ങനെ അല്ലേ, എത്രയാണ് 39 ബുക്സ് അവരൊന്ന് കോഡിഫൈ ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ അപ്പുറത്ത് ബുക്സ് ഇല്ലെന്നല്ല, ഒത്തിരി ബുക്സ് അതിന് ഉണ്ട്. എന്നാൽ ഈ ബുക്സ് അത് എന്നിട്ട് പറയുന്ന ഒരു ലെജൻഡറി മിത്തിക്കൽ സ്റ്റോറി എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് 70 എഡിറ്റേഴ്സിനെ ഇരുത്തി, 70 പേരിരുന്ന് ഇത് തർജ്ജമ ചെയ്തു. അതിലെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ചു, തർജ്ജമ ചെയ്തു. അപ്പൊ 70 പേരും ഈ എല്ലാ ബുക്കും തർജ്ജമ ചെയ്തപ്പോൾ ഒരുപോലെ വന്നു എന്നതാണ് അതിനകത്ത് മിത്തിക്കൽ. പക്ഷെ അതിനേക്കാൾ ഉപരി 70 പേരിരുന്ന ഒരു സ്കോളാസ്റ്റിക് ഗ്രൂപ്പ് ഓഫ് 70 ഹാസ് ട്രാൻസ്ലേറ്റഡ്, എഡിറ്റഡ് and published this book. അതാണ് സെപ്റ്റജിന്റ. കൃത്യമായിട്ട് പറഞ്ഞാൽ 70 നാക്കുകൾ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. 70 പേർ എഴുതിയത്, 70 പേർ എഴുതി ഇത് ക്രോഡീകരിച്ചു. അവിടെ മുതലാണ് കൃത്യമായിട്ട് സ്ക്രോൾസ് ആയിട്ട് ഗ്രീക്ക് ലാംഗ്വേജിൽ കിട്ടാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ ഒന്ന് ഓൾറെഡി പറഞ്ഞു, എസക്കിയുടെ കാലം മുതലൊക്കെ എങ്കിലും, അല്ലെങ്കിൽ കിങ്ഡം ആരംഭിച്ചപ്പോൾ, ഞാൻ അതും കൂടെ പുറകിലോട്ടൊന്ന് ഒറ്റവാക്കി പൊക്കോട്ടെ. നമ്മളെ അബ്രഹാം എന്ന് പറയുമ്പോൾ എബ്രഹാമിന്റെ യാത്രയൊക്കെ ആരംഭിക്കുന്നത് BC 2000 അടുത്ത സമയത്താണ്. BC 1967 എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് എബ്രഹാമിനാണ് ആദ്യ നിയമം കൊടുക്കുന്നത്. ജനസിസ് 17 വരുമ്പോഴത്തേക്ക് കാണുന്ന ആദ്യത്തെ ഒരു നിയമമാണ് അഗ്രചർമ്മം, സർക്കംസിഷൻ. അവിടെ നിന്ന് ഓൾട്ടർ പണിയുന്നു, മൽക്കിസദേക്ക്, ഒത്തിരി കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ജീസസ് ക്രൈസ്റ്റ് എന്നിട്ട് ഒരു 300 കൊല്ലങ്ങളിൽ പുതിയ നിയമ പുസ്തകങ്ങളും കൂടെ ഇതൊക്കെ ഈ പുസ്തകം ബൈബിൾ ചേർക്കണം എന്ന് വെച്ചാൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇരിക്കട്ടെ, അതിനുള്ള ഒരു പുസ്തകം
തിരുമേനിയുടെ എനിക്ക് തോന്നുന്നു അവിടുത്തെ കണക്ഷൻ പോയി. തിരുമേനി അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. തിരുമേനി കണക്ഷൻ പോയി. തിരുമേനി തിരിച്ചു വരുമ്പോഴേക്കും ഒരു കാര്യം എനിക്ക് പറയാം. തിരുമേനി പറയാനായിട്ട് ശ്രമിച്ചത് ഒരു ട്രഡീഷന്റെ ഭാഗമായിരുന്നു, ഓറൽ ട്രഡീഷന്റെ ഭാഗമായിരുന്നു വചനത്തെ എഴുത്ത് രൂപത്തിലേക്കും അതിനുശേഷം അതിന് ഒരു കാനോനിലേക്കും വന്നതിൻ്റെ ഒരു ചരിത്രമാണ് തിരുമേനി ഇത്രയും സമയം കൊണ്ട് പറയാനായിട്ട് ശ്രമിച്ചത്. തിരുമേനിക്ക് കേൾക്കാമോ? വന്നോ? കേൾക്കാം. ഞാനൊരു 2 സെന്റൻസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ഇങ്ങനെ ഈ പുസ്തകങ്ങൾ വന്നപ്പോൾ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ തന്നെ ഏത് പുസ്തകങ്ങൾ നമുക്ക് വായിക്കണം, ഏതൊക്കെയാണ് നമ്മുടെ ട്രഡീഷനിലുള്ള ബുക്ക്, ഏത് പുസ്തകങ്ങൾ നമ്മുടെ ആരാധനാ സമയത്ത് വായിക്കണം, ഇങ്ങനെയുള്ള ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം AD 387 ഒരു കാർത്തേജ്, അതൊരു ഗ്ലോബൽ സിനഡൊന്നും ആയിരുന്നില്ല. എന്നാൽ ആ സിനഡിൽ വെച്ച് ആദ്യം അത്തനാസിസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിന് മുൻപ് തെർത്തുല്യന്റെ കാലത്ത് ഒരു ലിസ്റ്റ് ഉണ്ട്, എല്ലാം കഴിഞ്ഞൊരു ഏകദേശം ഒരു 4-ാം നൂറ്റാണ്ടോടുകൂടി ഒരു ലിസ്റ്റ് ഉണ്ടായി. ആ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ അത് കൃത്യം നമുക്ക് 27 പുസ്തകം അങ്ങനെയൊന്നുമില്ല. അന്ന് വായിച്ചിരുന്ന ഗോസ്പലുകൾ, അപ്പൊ അതിനകത്ത് കുറെ ഗ്നോസ്റ്റിക് ലിറ്ററേച്ചർ വന്നു, അപ്പൊ അതിന് കുറെ പാരാമീറ്റേഴ്സ് വെച്ചു. ഈ അതും ഇതുമുള്ള കഥകളൊന്നും അല്ല നമുക്ക് വേണ്ടത്, അല്ലെ? ഇപ്പൊ തന്നെ നോക്കിക്കുക, 4 സുവിശേഷം ഉണ്ടായിട്ടും ക്രിസ്തു ജനിച്ചത് മുതൽ 33 കൊല്ലമുള്ള അദ്ദേഹത്തിന്റെ ഓരോ ഡെയറി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്കില്ല. എന്നാൽ മേജർ ഇവന്റ്സ് ഉണ്ട്. കാരണം എന്താ? കർത്താവിന്റെ ജീവചരിത്രമല്ല, രക്ഷണ്യ സുവിശേഷമാണ് ആവശ്യം. അങ്ങനെ പാരാമീറ്റേഴ്സ് ഉണ്ടായി. മാറ്റാവുന്നിടത്തോളം ഇപ്പം പിതഗോറിയൻ ഇതാണ് സീബ് എന്ന് പറയുന്ന മാതിരി അരിച്ചെടുത്ത് മാറ്റി ഏറ്റവും വിശ്വസനീയവും ഏറ്റവും ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നത്, ഏറ്റവും റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഈ ക്രമത്തിൽ ലത്തീൻ പാരമ്പര്യത്തിൽ വൾഗാത്ത, നമ്മൾ ഇംഗ്ലീഷിൽ വൾഗേറ്റ് എന്ന് പറയുന്ന ഒരു ലത്തീൻ ബൈബിൾ, ഗ്രീക്ക് ഓൾറെഡി പറഞ്ഞു സെപ്റ്റജിന്റ എന്ന് പറയുന്ന ആ ഒരു പാരമ്പര്യം, സിറിയക് ട്രഡീഷനിൽ, അതിലാണ് പല പുസ്തകങ്ങളും അറമായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ചോദ്യത്തിലെ കുറച്ച് വരുന്നുണ്ട്, അപ്പം എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ പറയാം. ഒരു പെഷീത്ത, ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടായി. എന്നാൽ 17-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കിങ് ജെയിംസ്, ബ്രിട്ടീഷ് കിങ് ജെയിംസ് ബ്രിട്ടൻ എംപറർ, അദ്ദേഹം ഇതിനെ കാരണം 1500-കളിലാണ്, അതോ 16-ാം നൂറ്റാണ്ടിലാണ് നമുക്കറിയാം ഒരു ആദ്യത്തെ ഒരു പ്രിന്റിംഗ് ടെക്നോളജി, വലിയൊരു റൊണൈസൻസ് നടക്കുന്ന കാലമാണ് യൂറോപ്പിലെ. ജസ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഗൂട്ടൻബർഗ് കണ്ടുപിടിക്കുന്നു. അതേ സമയത്ത് തന്നെ മാർട്ടിൻ ലൂതർ ലാറ്റിനിൽ നിന്ന്, ഉൽഗാത്തയിൽ നിന്ന് ഈ ബൈബിൾ ജർമ്മനിലേക്ക് തർജ്ജമ ചെയ്യുന്നു. അങ്ങനെ ജർമ്മനിയിൽ നിന്ന് ആംഗ്ലോ സാക്സൺ ട്രഡീഷൻ വെച്ച് പലരും, ലാറ്റിൻ അറിയാത്തവർ പോലും ജർമ്മനിൽ നിന്ന് ഇംഗ്ലീഷിലേക്കൊക്കെ തർജ്ജമ തുടങ്ങുന്നു. അപ്പോഴാണ് ലാറ്റിന്, സുറിയാനി, ഗ്രീക്കൊക്കെ കിടപ്പുണ്ട്, അപ്പൊ അത് വെച്ചുകൊണ്ട് തർജ്ജമകൾ ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് 1604 കിങ് ജെയിംസ് ഒരു ഓർഡർ ഇടുന്നത്. ബൈബിൾ, ബോത്ത് ദിസ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ബുക്സ് ആൻഡ് ഓൾസോ ദി ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്സ്. ഇതെങ്ങനെയാ തിരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലാണ് എൻ്റെ ഡിവിഷൻ. ഈ ബുക്സ് ഒന്ന് ക്രോഡീകരിച്ച് തർജ്ജമ ചെയ്യണം. അപ്പോൾ അതില് പ്രാധാന്യം കൊടുത്തത്, അതിന് ഒരു ഇതെടുത്തത് ഈ മാർട്ടിൻ ലൂതർ തർജ്ജമ ചെയ്തപ്പോൾ തന്നെ ഇന്ന് നമ്മൾ വിളിക്കുന്ന അപ്പോക്രിഫൽ ബുക്സ്, അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോക്രിഫൽ ബുക്സ് ഗ്രീക്കിൽ മാത്രം എഴുതപ്പെട്ടതാണെന്നാണ് മനസ്സിലാക്കുന്നത്. മാർട്ടിൻ ലൂതർ കുറച്ചുകൂടെ ഹീബ്രുവിൽ എഴുതി ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത പുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുവെന്ന്. അല്ല, അദ്ദേഹത്തിന്റെ തിയോളജി പ്രകാരം, ഉദാഹരണത്തിന് മക്കാബിയൻസിലൊക്കെ വാങ്ങിപ്പോയതിനെ കുറിച്ചും അവർ അടക്കേണ്ടതിനെ കുറിച്ചും മധ്യസ്ഥത്തെ കുറിച്ചും ഒക്കെ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ തിയറിയിൽ അത് പടിയില്ലാന്ന് തോന്നിയത് കൊണ്ട്
അതിനെ സെക്കൻഡറി ആക്കിയെന്നും അപ്പോക്രിഫൽ ആക്കിയെന്നും ഒക്കെയുള്ള പല ചരിത്രങ്ങളുണ്ട്. ഏതായിരുന്നാലും 1804 ആരംഭിച്ച ഒരു പുസ്തകം 17-ാം നൂറ്റാണ്ടിൽ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടായി. അതാണ് നമ്മുടെ KJV എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം 100 കണക്കിന് ബൈബിൾ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. കിങ് ജെയിംസ് വേർഷൻ ഉണ്ട്, NKJV ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഉണ്ട്, RSV ഉണ്ട്, റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ഉണ്ട്, NRSV ഉണ്ട്. അത് നമ്മുടെ കൾച്ചർ ലാംഗ്വേജ് ഒക്കെ മാറുന്നതനുസരിച്ച് ഇപ്പോൾ SMS ബൈബിൾ ഉണ്ട്, അതുപോലെ ഗ്രാഫിക്കൽ ബൈബിൾ ഉണ്ട്, ബ്രെയിലി ബൈബിൾ ഉണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ യാതൊന്നും ഈ സ്ക്രിപ്റ്റ് അറിയാത്ത നിരക്ഷര കുട്ടികൾക്ക് ചിത്രങ്ങൾ നോക്കി വേദപുസ്തകം മുഴുവൻ വായിക്കാനുള്ള സംവിധാനം. ഞാൻ പ്രത്യേകിച്ച് എത്യോപ്യയിൽ പോയപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ തന്നെ എത്യോപ്യയില് ചിത്രങ്ങൾ കൊണ്ട് മാത്രം രചിച്ചിട്ടുള്ള ഹോളി സ്ക്രിപ്ചർ ഉണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് ബുക്ക്. അത് ഓരോന്നും ചിത്രം വരച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി വിവരങ്ങൾ അറിയാവുന്നത് ആയിരക്കണക്കിന് ചിത്രങ്ങൾ കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും വർണ്ണിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിമനോഹരമായ ഇപ്പം എന്താണ് നാനോ ചിപ്പിനകത്ത് വരെ ബൈബിൾ ഉള്ള സംവിധാനങ്ങൾ ഉണ്ട്. ഇതാണ് ബൈബിൾ ഫോർമേഷൻ ആൻഡ് അതിൻ്റെ കാനോൻ ചരിത്രം. ഇത് നിങ്ങൾക്കറിയാമല്ലോ, 1 മണിക്കൂറുണ്ടോ 1.5 മണിക്കൂറുണ്ടോ, ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് എടുത്തു. അത്രയും നേരം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാവുന്ന വിഷയമല്ല. കൂടുതൽ പഠിക്കാൻ വേണ്ടി, കൂടുതൽ ഡിസ്പ്യൂട്ടിന് വേണ്ടി, കൂടുതൽ എന്നോട് വിയോജിച്ചെങ്കിലേ ചോദ്യങ്ങൾ വരത്തുള്ളൂ. കനേഷിതം സർവം. വിയോജനത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്, ചോദ്യങ്ങളിൽ നിന്നാണ് ചർച്ചകൾ ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് കൂടുതൽ തീസിസുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ കൃത്യമായ ഒരു ഉത്തരവെന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ ആശയങ്ങൾ തെളിഞ്ഞു വരികയാണ്. ഇറ്റ്സ് എൻ നെവർ എൻഡിങ് പ്രോസസ്. അതുപോലെ അല്ലാതെ ഓക്കെ ഇന്ന ചോദ്യം ഇന്ന ഉത്തരം, ഇന്ന ചോദ്യം ഇന്ന ഉത്തരം, ഇങ്ങനെയല്ല. നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള അവസരം ഞാൻ നിർത്തുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ തന്നെയാണ് അവര് ഇനിയും അവസാനം നന്ദി പറയാനേ വരികയുള്ളൂ. തിരുമേനി എന്നാ തിരുമേനി എന്തെങ്കിലും ഒരു വാക്കൊന്ന് നേരത്തെ തുടങ്ങിയായിരുന്നല്ലോ. തിരുമേനിയുടെ ഈ ടോക്കില് എനിക്ക് തോന്നുന്നു തിരുമേനി പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമ്മൾ 4 വർഷം കൊണ്ട് സെമിനാരിൽ പഠിച്ചിട്ടും ഇത്രയും വിഷയങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞില്ല. അപ്പോൾ തിരുമേനി അത്രയും വളരെ ലാർജായിട്ടുള്ള ഒരു പോർഷനാണ് എടുത്തത്. ബേസിക്കലി എനിക്ക് തോന്നുന്നു തിരുമേനി പറഞ്ഞത് ഒരു ഓറൽ ട്രഡീഷന്റെ ഭാഗമായി നിന്നിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിലനിന്നിരുന്ന വിശ്വാസങ്ങളെ ഒരു ലിഖിത രൂപത്തിലേക്ക്, റിട്ടേൺ രൂപത്തിലേക്ക് വന്നതും അത് ക്രോഡീകരിച്ച് കാനോനായിട്ട് രൂപപ്പെടുത്തിയതുമാണ് തിരുമേനി ഇപ്പോഴ് നമ്മളോട് പറയുവാനായിട്ട് ശ്രമിച്ചത്. വളരെ അക്കാഡമിക്കലായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയായിരുന്നു. എനിക്ക് അതിനോട് ചേർത്ത് പറയുവാനായിട്ടുള്ളത്, നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തെ 2 വിധത്തിൽ സമീപിക്കണം എന്നുള്ളതാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നു ഒരു മെഡിറ്റേറ്റീവ് റീഡിംഗ് ആണ്, ഒരു ധ്യാനാത്മക വായന വേണം. രണ്ടാമത്തേത് തിരുമേനി ചെയ്ത പോലെ ഒരു അക്കാഡമിക്കൽ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ റീഡിംഗ് ഉണ്ടാകണം. പ്രധാനമായിട്ടും വിശുദ്ധ വേദപുസ്തകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ധ്യാനാത്മക വായന തന്നെയാണ്. അതാണ് നമ്മൾക്ക് ആധ്യാത്മിക വളർച്ചയ്ക്കും ഒക്കെയുള്ള മാർഗം എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു തെറ്റായ ധാരണയാണ് നമുക്ക് നമ്മുടെ സഭയിൽ വേദപുസ്തകത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ എല്ലാവരുടെയും ആധ്യാത്മിക ജീവിതത്തിന്റെ, ഓർത്തഡോക്സ് സഭ ജീവിത ശൈലിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിശുദ്ധ കുർബാനയാണ്, വിശുദ്ധ ആരാധനയാണ്. ആ ആരാധനയിൽ ഇതിന്റെ ഒരു കൃത്യമായ ക്രമീകരണമുണ്ട്. ലിറ്റർജി ഓഫ് ദ വേർഡ് ആണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ലിറ്റർജി, ആൻഡ് ലിറ്റർജി ഓഫ് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. അപ്പൊ വചനം എന്ന് പറയുമ്പോൾ തന്നെ അതിനെ 2ആയിട്ട് കാണണം. ഒന്നാമത്തേത് എഴുതപ്പെട്ട വചനത്തിന്റെ ശുശ്രൂഷയും അതിനുശേഷം ജഡമായി തീർന്ന വചനത്തിന്റെ വിശുദ്ധ കുർബാനയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ 1-ാം ഭാഗത്ത് എഴുതപ്പെട്ട വചനത്തിന്റെ ശുശ്രൂഷ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ എൻഡ്, ഇറ്റ് ഈസ് എ മീൻസ്. ആ മീൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ ജഡമായി തീർന്ന വചനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ നമ്മൾ ഹോളി സ്ക്രിപ്ചർ എന്ന് പറയുന്നത്. ആരാധന ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. വിശുദ്ധ വേദഭാഗങ്ങൾ വായിച്ച്, അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിചാരം,
ഏവങ്കേലിയോണിനോട് ചേർന്ന് ആ ഏവങ്കേലിയൻ ഭാഗത്തെക്കുറിച്ചുള്ള പ്രസംഗം നിർവഹിച്ച് ഇന്ന് നമ്മളത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആളുകൾ കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് കുറെ കൂടെ ആളുകൾ വരാൻ വേണ്ടി അത് നമ്മൾ അവസാന ഭാഗത്തേക്ക് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അതുമെല്ലാം നിർവഹിച്ചിട്ടാണ് നാം അതിൻ്റെ വിശുദ്ധ ആരാധനയുടെ പ്രധാന ഭാഗത്തേക്ക് കിടക്കുന്നത്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചതേ ഉള്ളൂ. ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് ഒരു മെഡിറ്റേറ്റീവ് റീഡിംഗ് ആണ്, ധ്യാനാത്മക വായന ഉണ്ടാകണം. എന്നാൽ അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും വേദപുസ്തകത്തിന്റെ ഒരു അക്കാഡമിക്കൽ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ റീഡിങ്ങും ഉണ്ടാകണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുവാനായിട്ടുള്ളൂ.